ടു മാസ് ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 135 കമ്പനിയിലോ 2 യൂണിറ്റ് ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 14ഉം യൂണിറ്റ് 15ഉം. ഫസ്റ്റ് നമുക്ക് നോക്കാം യൂണിറ്റ് 15 മാനേജർ റെമ്യൂണറേഷൻ. എന്താണ് മാനേജർ റെമ്യൂണറേഷൻ? കമ്പനി അതിൻ്റെ ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അതുപോലെ കീ മാനേജർ പേഴ്സൺസ് കമ്പനിക്ക് നൽകിയിരിക്കുന്ന സർവീസസിന് ബദലായിട്ട് നൽകുന്ന പേയ്മെൻ്റ് ആണ് മാനേജർ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? സാലറി, കമ്മീഷൻ, സിറ്റിംഗ് ഫീസ്, പ്രിക്വിസിറ്റ്സ്. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർലി നമുക്കൊരു ഫിക്സ്ഡ് പേയ്മെൻറ്റ് റെഗുലറായിട്ട് മന്ത്ലി ഫിക്സ്ഡ് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നൽകുന്നതാണ്. സിറ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് കമ്മിറ്റി മീറ്റിങ്ങിനൊക്കെ, ബോർഡോ അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് കൊടുക്കുന്നൊരു ഫീ ആണ്. പ്രിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ കമ്പനി ചില ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ്? കാറോ ഹൗസിങ്ങോ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് റീഎംബേഴ്സ്മെൻറ്റ് ഇങ്ങനെ മുതലായവ നൽകുന്നതാണ് പ്രിക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് നോട്ട് മാനേജർ റെമ്യൂണറേഷൻ? ഇവിടെ പറയുന്നത് മാനേജർ റെമ്യൂണറേഷനിൽ പെടാത്ത ചില കാര്യങ്ങളാണ്. ഇൻഷുറൻസ് പ്രീമിയം. ഇവിടെ കമ്പനി അതിൻ്റെ ഡയറക്ടേഴ്സിനും മാനേജർ പേഴ്സൺസിനും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി നൽകപ്പെടുന്ന ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പോലുള്ളവ നൽകുന്നത് ഒരിക്കലും മാനേജർ റെമ്യൂണറേഷൻ അല്ല. അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി നൽകുന്നതാണ്. അതുപോലെ പ്രൊഫഷണൽ സർവീസസ്. ഇവിടെ ഡയറക്ടേഴ്സോ അതുപോലെ മാനേജർ പേഴ്സൺസോ അവരുടെ പ്രൊഫഷണൽ സ്കിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സർവീസസുകൾ കമ്പനിക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലോയറായിട്ടോ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ടെക്നീഷ്യനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് സർവീസസ് അവർ നൽകുകയും അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരിക്കലും മാനേജർ റെമ്യൂണറേഷനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഗ്യാരണ്ടി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടേക്കിംഗ് പേഴ്സണൽ ലയബിലിറ്റി എടുക്കുന്നതിൻ്റെ പേരിൽ ഡയറക്ടേഴ്സിന് നൽകുന്നൊരു പേയ്മെൻ്റ് ആണ് ഈ പേഴ്സണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സച്ച് ആസ് ഗ്യാരണ്ടി കമ്മീഷൻസ്. അങ്ങനെയുള്ള പേഴ്സണൽ ലയബിലിറ്റി അവർ റിസ്ക് എടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് നൽകുന്ന കമ്മീഷനാണ് ഗ്യാരണ്ടി കമ്മീഷൻ എന്ന് പറയുന്നത്. അതും റെമ്യൂണറേഷനിൽ മാനേജർ റെമ്യൂണറേഷൻ്റെ പാർട്ടല്ല. മോഡ് ഓഫ് പേയ്മെൻറ്റ്, മന്ത്ലി പേയ്മെൻറ്റ്, ഫിക്സ്ഡ് സാലറി ഓർ വേജസ് പെയ്ഡ് റെഗുലർലി. കമ്മീഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ സെർട്ടൻ പെർസെൻറ്റേജ് നൽകുന്നതാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി പേയ്മെൻറ്റും കമ്മീഷനും ഒരുപോലെ നൽകുന്നത്. സിറ്റിംഗ് ഫീസ് എന്താണ്? കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിങ്ങിനോ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെർട്ടൻ ഫീസ് റിസീവ് ചെയ്യുന്നതിനാണ് സിറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത്. ഓവറോൾ സീലിംഗ് ഓൺ മാനേജർ റെമ്യൂണറേഷൻ. ഇവിടെ പറയുന്നത് പബ്ലിക് കമ്പനിക്ക് അതിൻ്റെ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഉൾപ്പെടെ ആരൊക്കെ? MD, WTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ടൈം ഡയറക്ടർ, അതുപോലെ മാനേജർ എന്നിവർക്ക് നൽകുന്ന മാനേജർ റെമ്യൂണറേഷൻ അവരുടെ ഫിനാൻഷ്യൽ ഇയറിൽ പബ്ലിക് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനേക്കാൾ 11% എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്ന ഒരു കണ്ടീഷൻ. ഇൻക്ലൂഡിങ് സീലിംഗ് ഓൺ മാനേജർ റെമ്യൂണറേഷൻ, മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, മാനേജർ എന്നിവരുടെ കൊടുക്കുന്ന റെമ്യൂണറേഷൻ്റെ കണക്കാണ് ഇവിടെ പറയുന്നത്. മാക്സിമം 5% ഓഫ് പ്രോഫിറ്റ് ഫോർ 1 person. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ സച്ച് ഡയറക്ടേഴ്സ് ദ ടോട്ടൽ റെമ്യൂണറേഷൻ ഫോർ ഓൾ സച്ച് ഡയറക്ടേഴ്സ് കനോട്ട് എക്സിഡ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഇനി മൾട്ടിപ്പിൾ ഡയറക്ടേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ റെമ്യൂണറേഷൻ ഒരിക്കലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ 10% വരാൻ സാധിക്കില്ല. അതർ ഡയറക്ടേഴ്സ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് 1% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഇഫ് ദ കമ്പനി ഹാസ് മാനേജിംഗ് ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ, 3% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഇൻ അതർ കേസസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് കമ്പനിയുടെ കണ്ടീഷൻസ് ആണ്. എന്തിനുള്ളത്? മാനേജേഴ്സിന് റെമ്യൂണറേഷൻ നൽകുന്നതിനുള്ള ചില കണ്ടീഷൻസ് ആണ്. ഇവിടെ പറയാം, ദ ടോട്ടൽ മാനേജർ റെമ്യൂണറേഷൻ പേബിൾ ബൈ എ പബ്ലിക് കമ്പനി ടു ഓൾ ഇറ്റ്സ് ഡയറക്ടേഴ്സ്. പബ്ലിക് കമ്പനി അവരുടെ കമ്പനിയിലുള്ള എല്ലാ ഡയറക്ടേഴ്സിനും നൽകാനുള്ള ടോട്ടൽ മാനേജർ റെമ്യൂണറേഷൻ ഒരിക്കലും അവരുടെ ഇയർലി നെറ്റ് പ്രോഫിറ്റിൻ്റെ 11%നേക്കാൾ കൂടാൻ പാടില്ല. ഇനി പ്രൈവറ്റ് കമ്പനീസിനോട് പറയുന്നത്, പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് കമ്പനി പോലെ കണ്ടീഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാനേജേഴ്സിന് മാനേജർ റെമ്യൂണറേഷൻ ഹയർ മാനേജർ റെമ്യൂണറേഷൻ അവർക്ക് പേ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കണ്ടീഷൻസ് ഒന്നും ഇല്ല. അവിടെ ലിമിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും ഹയർ മാനേജർ റെമ്യൂണറേഷൻ പ്രൈവറ്റ് കമ്പനിക്ക് നൽകാവുന്നതാണ്. റെമ്യൂണറേഷൻ ഫോർ ഡയറക്ടേഴ്സ് പ്രൊഫഷണൽ കപ്പാസിറ്റി. ഇവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡയറക്ടേഴ്സ് അവരുടെ പ്രൊഫഷണൽ സ്കിൽസ് വെച്ചിട്ട് നൽകുന്ന സർവീസസിന്
നൽകുന്ന പേയ്മെൻറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, മാനേജറിയൽ റെമ്യൂണറേഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം? അത് സർവീസ് ബീയിങ് പ്രൊഫഷണൽ നേച്ചർ ആയിരിക്കണം. ഡയറക്ടർ ഹാവിംഗ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ആസ് കൺഫേംഡ് ബൈ ദ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഓഫ് ഓർ ബോർഡ്. അഡീഷണൽ റെമ്യൂണറേഷൻ ഫ്രം സബ്സിഡറീസ്. ഇവിടെ പറയുന്നത് ഒരു ഡയറക്ടർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പാരൻറ്റ് ആൻഡ് സബ്സിഡറി കമ്പനീസിൽ നിന്ന് റെമ്യൂണറേഷൻ റിസീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതെന്ത് ചെയ്തിരിക്കണം? ബോർഡ് റിപ്പോർട്ടിൽ അവരത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എക്സസ് റെമ്യൂണറേഷൻ ആൻഡ് റിക്കവറി. ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞതിൽ കൂടുതൽ റെമ്യൂണറേഷൻ ഡയറക്ടർ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലാതെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ലിമിറ്റിൽ കൂടുതൽ റെമ്യൂണറേഷൻ ഡയറക്ടേഴ്സ് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 years 2 വർഷത്തിനകത്ത് അത് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് ഡയറക്ടർ അത് വിത്തിൻ 2 years ആ വാങ്ങിയിരിക്കുന്ന റെമ്യൂണറേഷൻ തിരിച്ചു നൽകേണ്ടതായിട്ട് വരും. അത് കൊടുക്കുന്നതുവരെയും അത് എന്ത് ചെയ്യണം? ഹെൽഡ് ഇൻ ട്രസ്റ്റ് ആൻഡ് റീപേയ്മെൻറ്റ്. മാനേജർ റെമ്യൂണറേഷൻ ആൻഡ് ഷെഡ്യൂൾ 5. ഇവിടെ പറയുന്നത് പ്രൊവൈഡ് ഡീറ്റെയിൽ ഗൈഡ് ലൈൻ ഓൺ ദ റെമ്യൂണറേഷൻ പേയബിൾ ടു മാനേജർ പേഴ്സണൽ പെർട്ടിക്കുലർ വെൻ ദ കമ്പനി ഹാസ് നോ പ്രോഫിറ്റ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഹിയർ ദ കണ്ടീഷൻസ്. ഇവിടെ പറയുന്നത് ഷെഡ്യൂൾ 5 ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻ നമ്മുടെ റെമ്യൂണറേഷൻ പേയബിൾ ടു മാനേജർ പേഴ്സൺസിന് റെമ്യൂണറേഷൻ നൽകുന്നതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ എന്തിൽ കൊടുത്തിട്ടുണ്ട്? ഷെഡ്യൂൾ 5 കൊടുത്തിട്ടുണ്ട്. അത് പെർട്ടിക്കുലർ വെൻ കമ്പനി ഹാസ് നോ പ്രോഫിറ്റ് ആൻഡ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ്സ്. എന്തൊക്കെ കണ്ടീഷനാണ്? ഇൻ കേസ് ഓഫ് പ്രോഫിറ്റബിൾ കമ്പനീസ് ആണെങ്കിൽ റെമ്യൂണറേഷൻ മസ്റ്റ് ഫോളോ ദ ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 197. In case of no profit or inadequate profit, the company can pay higher remuneration based on the effective capital of the company. The limits vary depending on effective capital of the company as below. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് റെമ്യൂണറേഷൻ അവരുടെ എഫക്റ്റീവ് ക്യാപിറ്റൽ ബേസ് ചെയ്ത് നൽകാവുന്നതാണ്. ഹയർ റെമ്യൂണറേഷൻ ബേസ്ഡ് ഓൺ എഫക്റ്റീവ് ക്യാപിറ്റൽ പേ ചെയ്യാം. അതുപോലെ ദ ലിമിറ്റ് വാരി ഡിപ്പെൻഡിങ് ഓൺ ദ എഫക്റ്റീവ് ക്യാപിറ്റൽ ഓഫ് കമ്പനി ആൻഡ് ഷോൺ ബിലോ. എന്തൊക്കെയാണ്? എഫക്റ്റീവ് ക്യാപിറ്റൽ ബിലോ 5 crore, മാക്സിമം 13 lakhs. എഫക്റ്റീവ് ക്യാപിറ്റൽ ബിറ്റ്വീൻ 5 crores and 100 crores, മാക്സിമം 84 lakhs. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വായിച്ചു പോയാൽ മതി. കണ്ടീഷൻസ് ഫോർ പേയ്മെൻറ്റ് വിത്തൗട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ. ദ കമ്പനി മസ്റ്റ് നോട്ട് ഹാവ് എ default on any repayment of debts, deposits or debentures in the preceding financial year. Remuneration payment must be approved by the board and if applicable the nomination and remuneration committee. ഇവിടെ പറഞ്ഞിരിക്കുന്ന കമ്പനി എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവരുടെ ഡെപ്റ്റോ ഡെപ്പോസിറ്റോ ഡിബഞ്ചേഴ്സോ ഒന്നും തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ അവർ വീഴ്ച വരുത്താൻ പാടില്ല. അതുപോലെ റെമ്യൂണറേഷൻ പേയ്മെൻറ്റ് മസ്റ്റ് നോട്ട് ബി അപ്രൂവ്ഡ് ബൈ ദി board and if applicable the nomination and remuneration committee. റെമ്യൂണറേഷൻ പേയ്മെൻറ്റ് മസ്റ്റ് ബി അപ്രൂവ്ഡ്. ഈ റെമ്യൂണറേഷൻ പേയ്മെൻറ്റ് ആരാണ് അപ്രൂവ് ചെയ്യേണ്ടത്? ബോർഡാണ്. അപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കൂടാതെ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഫക്റ്റീവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ ഫോളോയിങ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ എക്സ്ക്ലൂഡിങ് ഷെയർ അപ്ലിക്കേഷൻ മണി ഓർ അഡ്വാൻസ്ഡ് അഗൈൻസ്റ്റ് ഷെയർസ് പ്രീമിയം അക്കൗണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് ആണെങ്കിൽ എക്സ്ക്ലൂഡിങ് റീവാലുവേഷൻ റിസർവ്, ലോങ് ടേം ലോൺ ആൻഡ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ എക്സ്ക്ലൂഡിങ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഓർ ഷോർട്ട് ടേം ഡെപ്റ്റ്സ്. Time for calculating effective capital. For newly incorporated companies, the effective capital is calculated on the date of appointment of the managerial person. പുതുതായിട്ട് ഇൻകോർപ്പറേഷൻ നടത്തിയിരിക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ദ ഡേറ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജർ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വെച്ചിട്ടായിരിക്കും. ഫോർ അതർ കമ്പനീസ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ.
നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോകാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം അത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 15 കമ്പനി സെക്രട്ടറി. ആരാണ് കമ്പനി സെക്രട്ടറി? Is an officer of the company appointed to ensure compliance with the Companies Act 2013 and the company's memorandum and article of association. സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസറാണ്. അയാൾ എന്തൊക്കെ ഉറപ്പുവരുത്തണം? കമ്പനീസ് ആക്ട് പ്രകാരവും മെമ്മോറണ്ടവും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞത് പ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസറുമാണ് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അയാൾക്ക് എന്തൊക്കെ ഹാൻഡിൽ ചെയ്യാം? അഡ്മിനിസ്ട്രേറ്റീവും ആൻഡ് റെഗുലേറ്ററി ഫംഗ്ഷൻസും അയാൾക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ എന്നാൽ കമ്പനിയുടെ അഫയേഴ്സിൽ ഡയറക്റ്റ്ലി അയാൾക്ക് മാനേജ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ എന്താണ് സെക്രട്ടറി? സെക്രട്ടറി എന്ന് പറയുന്ന കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്, ഒരു പേഴ്സണാണ്. അയാൾ കമ്പനി ആക്ട് പ്രകാരവും അതുപോലെ മെമ്മോറണ്ടം ആർട്ടിക്കിൾസും പറഞ്ഞത് പ്രകാരമാണ് അയാൾ പ്രവർത്തിക്കുക. അയാൾക്ക് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ റെഗുലേറ്ററി ഫംഗ്ഷൻസിലും ഹാൻഡിൽ ചെയ്യാം. എന്നാൽ കമ്പനിയുടെ അഫയേഴ്സിലേക്ക് ഡയറക്റ്റ് മാനേജ് ചെയ്യാൻ സാധ്യമല്ല. ലീഗൽ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പനി ആക്ട് പ്രകാരം എ കമ്പനി സെക്രട്ടറി മീൻസ് പേഴ്സൺ ഹു ഈസ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ. കമ്പനി സെക്രട്ടറി ആക്ട് പ്രകാരമാണെങ്കിൽ എ കമ്പനി സെക്രട്ടറി ഈസ് ഡിഫൈൻഡ് ആസ് എ മെമ്പർ ഓഫ് ICSI. അപ്പോയിൻമെൻറ്റ് ഓഫ് ഹോൾ ടൈം കമ്പനി സെക്രട്ടറി. ഒരു ഹോൾ ടൈം കമ്പനി സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള ആരൊക്കെയാണിത് അപ്പോയിൻറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുന്നത്? ലിസ്റ്റഡ് കമ്പനീസ് ആയിരിക്കണം. പബ്ലിക് കമ്പനീസ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore or more. പ്രൈവറ്റ് കമ്പനീസ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore or more. ഇത്രയും ക്രൈറ്റീരിയ വേണം ഒരു മാൻഡറ്ററി അപ്പോയിൻമെൻറ്റ് ആർക്ക് വേണ്ടി? ഹോൾ ടൈം കമ്പനി സെക്രട്ടറിനെ നിയമിക്കണമെങ്കിൽ ഈ കമ്പനിക്ക് ലിസ്റ്റഡ് കമ്പനി ആയിരിക്കണം. പബ്ലിക് കമ്പനീസ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനീസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore or more വേണം. അപ്പോയിൻമെൻറ്റ് പ്രോസസ് എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിയ റെസൊല്യൂഷൻ സ്പെസിഫൈങ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസും. അപ്പോയിൻമെൻറ്റ് പ്രോസസ് നടക്കുന്നത് ബോർഡ് ഡയറക്ടേഴ്സാണ് ഇവരെ എന്ത് ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യുക. ഇതുവഴി ടേംസും അവർ സ്പെഷ്യൽ റെസൊല്യൂഷന് പാസ്സാക്കുന്നതിലൂടെ അതിൽ എന്തൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന് പറഞ്ഞിട്ടുണ്ടാകും. ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെ ബോർഡ് ഡയറക്ടേഴ്സാണ് സെക്രട്ടറീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. റെസ്ട്രിക്ഷൻസ്: എ ഹോൾ ടൈം കമ്പനി സെക്രട്ടറി കാനോട്ട് ഹോൾഡ് ഓഫീസ് ഇൻ മോർ ദാൻ വൺ കമ്പനി എക്സെപ്റ്റ് ഇൻ സബ്സിഡറി കമ്പനീസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പനി സെക്രട്ടറിക്ക് ഒന്നിൽ കൂടുതൽ കമ്പനിയുടെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല except in subsidiary company. Filling vacancies: if the officer is vacant, the board must appoint a new company secretary within 6 months. ഇനി ഇവിടെ വാക്കൻസീസ് വരികയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടറി വാക്കൻസി വന്നു കഴിഞ്ഞാൽ ബോർഡ് എന്ത് ചെയ്യണം? വിത്തിൻ 6 months സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, പുതിയൊരു സെക്രട്ടറിയെ. കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്: എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഈസ് എ മെമ്പർ ഓഫ് ICSI with the certificate of practice, allowing them provide professional services independently. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ICSIയുടെ മെമ്പർ ആയിരിക്കും. ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് അവർക്ക് ഉണ്ടാവും. allowing them to provide professional services independently. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അഡ്വൈസറി ഓൺ കമ്പനി ലോ ആൻഡ് ഗവേണൻസ്. അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കും? കമ്പനി ലോയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള അഡ്വൈസറി നൽകുക. സർവീസസ് റിലേറ്റഡ് to company formation, amalgamation and winding up, filing statutory documents, share transfer services and secretarial audits. ഇത്രയും ഫങ്ഷൻസ് ആണ് ആര് ചെയ്യുക? കമ്പനി സെക്രട്ടറി ചെയ്യുക. കീ റെസ്പോൺസിബിലിറ്റി: കംപ്ലൈൻസ് വിത്ത് കമ്പനി ലോ, കോർപ്പറേറ്റ് ഗവേണൻസ്, ഡോക്യുമെൻറ്റേഷൻ, ഫയലിംഗ്, റിപ്രസെൻറ്റേഷൻസ്. കമ്പനിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആക്ട് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക? നമ്മുടെ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസിൽ ഉണ്ടായിരിക്കുക. റിമൂവൽ ഓഫ് എ കമ്പനി സെക്രട്ടറി ഒഴിവാക്കുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ: എ കമ്പനി സെക്രട്ടറി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ആൻഡ് ക്യാൻ ഓൾസോ റിമൂവ്ഡ് ബൈ ദ ബോർഡ് ഓർ മാനേജിംഗ് ഡയറക്ടർ ഓതറൈസ്ഡ്. ഇവിടെ പറയുന്നത് കമ്പനി ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ബോർഡാണ്. അപ്പോൾ ആ ബോർഡിന് തന്നെ എന്ത് ചെയ്യാം? കമ്പനി സെക്രട്ടറിയെ ഒഴിവാക്കാം. അതുപോലെ മാനേജിംഗ് ഡയറക്ടർക്കും ഒഴിവാക്കാൻ സാധിക്കും, അവർക്ക് അത് അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും.
Service agreement. The term of dismissal are usually stated in the service agreement, including notice period. If not specified, reasonable notice period should be given. ഇവിടെ അവരുടെ സർവീസ് എഗ്രിമെൻറ്റിൽ തന്നെ അവരുടെ ഡിസ്മിസൽ, അവരെ ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള അവരുടെ സർവീസസ് എപ്പോഴാണ് അവർ വിരമിക്കേണ്ടത് എന്നൊക്കെ ഓൾറെഡി അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും സർവീസ് എഗ്രിമെൻറ്റിൽ. അതിൽ ഇൻക്ലൂഡിങ് നോട്ടീസ് പീരീഡ് ഉണ്ടാവും. ഇനി അതിനകത്ത് അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈം അവർക്ക് നൽകിയിട്ടുണ്ടാവണം, റീസണബിൾ നോട്ടീസ് പീരീഡ് അവർക്ക് നൽകണം. ഗ്രൗണ്ട് ഫോർ ഇമ്മീഡിയറ്റ് റിമൂവൽ. പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ചില അവസ്ഥകൾ എന്തൊക്കെയാണ്? മിസ്കണ്ടക്ട്, നെഗ്ലിജൻസ്, ഇൻകോമ്പിറ്റൻസ് ഓർ പെർമനൻറ്റ് ഡിസബിലിറ്റി. ഈ നമുക്ക് സെക്രട്ടറിയെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കാം. എന്തൊക്കെ കാരണങ്ങളൊന്നും മിസ്കണ്ടക്റ്റോ നെഗ്ലിജൻസോ ഇൻകോമ്പിറ്റൻറ്റോ പെർമനൻറ്റ് ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. വൈൻഡിങ് അപ്പ്. ഡ്യൂറിങ് കമ്പൽസറി വൈൻഡിങ് അപ്പ് എ ട്രൈബ്യൂണൽ ഓർഡർ ടു ഡിസ്ചാർജ് ദ സെക്രട്ടറീസ് പൊസിഷൻ. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണൽ ഓർഡർ വഴി നമ്മുടെ സെക്രട്ടറി പൊസിഷനിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ പൊസിഷൻസ് എന്തൊക്കെയാണ്? സെർവൻറ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ സെർവൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ആക്ട്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോർഡ്, ഫോളോയിങ് ഓർഡേഴ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് മാനേജർ പോളിസീസ്. ഇവിടെ കമ്പനിയുടെ സെർവൻ്റായിട്ട് നമ്മുടെ സെക്രട്ടറി ആക്ട് ചെയ്യാണ്. അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബോർഡ്, ബോർഡിൻ്റെ അണ്ടറിലും ഫോളോയിങ് ഓർഡേഴ്സ് ഫോളോ ചെയ്യും, ഇംപ്ലിമെൻ്റ് ചെയ്യും, മാനേജർ പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. Agent of the company handles administrative tasks, acts as a link between company and external parties. ഇവിടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യും. അതുപോലെ ലിങ്ക് ബിറ്റ്വീൻ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ പാർട്ടീസിൻ്റെയും കമ്പനിയുടെയും ഇടയിൽ ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏജൻറ്റ് ഓഫ് ദ കമ്പനി. ഓഫീസർ ഓഫ് ദ കമ്പനി ആസ് എ കീ മാനേജർ പേഴ്സൺ റെസ്പോൺസിബിലിറ്റി ഫോർ ലീഗൽ കംപ്ലൈൻറ്റ്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കീ മാനേജർ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അയാൾ എന്തിനൊക്കെ റെസ്പോൺസിബിൾ ആണ്? ലീഗൽ കംപ്ലൈൻറ്റ്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അഡ്വൈസർ ടു ദ ബോർഡ് പ്രൊവൈഡ്സ് ലീഗൽ അഡ്വൈസ് ആൻഡ് പോളിസി ഇൻസൈറ്റ്, പ്ലേയിങ് എ കീ റോൾ ഇൻ ഗൈഡിങ് ദ ബോർഡ് ഡിസിഷൻസ്. ഇവിടെ കമ്പനിയുടെ അഡ്വൈസർ ടു ദ ബോർഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അയാൾ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഉപദേശകനായിട്ട് എല്ലാ കാര്യങ്ങളും അഡ്വൈസ് ചെയ്യുകയും അയാളൊരു പ്ലേയിങ് കീ റോൾ ഇൻ ഗൈഡിങ് ദ ബോർഡ്സ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഗൈഡിങ് ഈ സെക്രട്ടറി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ കമ്പനിയുടെ അഡ്വൈസർ ടു ദ ബോർഡായിട്ടും അയാളുടെ റോളുണ്ട്, ഇതിനകത്ത് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പൊസിഷൻ വരുന്നത്? സെക്രട്ടറി ഓഫ് ദ സെർവൻറ്റ് ഓഫ് ദ കമ്പനി, ഏജൻറ്റ് ഓഫ് ദ കമ്പനി, ഓഫീസർ ഓഫ് ദ കമ്പനി, അതുപോലെ അഡ്വൈസർ ടു ദ ബോർഡ്. ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? 2 ടൈപ്പ് ഡ്യൂട്ടീസ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആൻഡ് ജനറൽ ഡ്യൂട്ടീസ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ് വിത്ത് രജിസ്ട്രാർ, എക്സാമ്പിൾ ഷെയർ, അലോട്ട്മെൻറ്റ്, ആനുവൽ റിട്ടേൺസ്, മെയിൻറ്റെയിൻ രജിസ്ട്രാർ ആൻഡ് റെക്കോർഡ്സ്, എക്സാമ്പിൾ ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ്, എൻഷുറിംഗ് ലീഗൽ കംപ്ലയിൻറ്റ്സ്, കമ്പനീസ് ആക്ട്, ഇൻകം ടാക്സ് ആക്ട്. ജനറൽ ഡ്യൂട്ടീസിൽ വരുന്ന ക്യാരിങ് ഔട്ട് ബോർഡ് ഡിസിഷൻസ് ഒക്കെ നടപ്പിലാക്കാം, മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവോയ്ഡിങ് സീക്രട്ട് പ്രോഫിറ്റ്സ്, അതുപോലെ സെർവിങ് ആസ് എ ലൈസൺ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ലയബിലിറ്റി ഓഫ് ദ കമ്പനി സെക്രട്ടറിയുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ്? സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഫെയിലർ ഓഫ് ഫയൽ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഓർ കംപ്ലൈ വിത്ത് ലീഗൽ പ്രൊവിഷൻസ് ക്യാൻ ലീഡ് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ആനുവൽ റിട്ടേൺസ്, ഷെയർ സർട്ടിഫിക്കറ്റ്. ഇവിടെ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അയാൾ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യുന്നതിന് ഫെയിലിയർ ആവുകയോ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ ലീഗൽ പ്രൊവിഷൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരികയോ ചെയ്ത് കഴിഞ്ഞാലും അയാൾ ഫൈൻ അടക്കാൻ അതുപോലെ ജയിലിലടക്കാനൊക്കെ അതിനുള്ള കിട്ടും? പിഴ അടക്കുന്നതിനും ജയിലിൽ അടക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യുന്നതിനും ലീഗൽ പ്രൊവിഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടും അവർ ഫൈൻ അടക്കാനും ഇംപ്രിസൺമെൻറ്റ് ആവാനും സാധ്യതയുണ്ട്. ഫോർ ഡിഫോൾട്ടിങ് ഫയലിംഗ് ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയും അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റിലും
ഫയൽ ചെയ്യുന്നതിൽ ഒരു വീഴ്ച വരുത്തുന്നതിനുമാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ലയബിൾ ഫോർ നെഗ്ലിജൻസ് ആക്ടിങ് ബിയോണ്ട് അതോറിറ്റി ഓർ മേക്കിംഗ് സീക്രട്ട് പ്രോഫിറ്റ്. എന്തിനൊക്കെ അവർ എന്തെങ്കിലും അശ്രദ്ധയായിട്ട് പ്രവർത്തിക്കുന്നതിനും അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ മേക്കിംഗ് സീക്രട്ട് പ്രോഫിറ്റ്സ് ഇങ്ങനെയൊക്കെ അവർ ചെയ്തതിന് അവരും അതിനെന്ത് ചെയ്യും? ലയബിൾ ആയിരിക്കും. റെസ്പോൺസിബിൾ ഫോർ ഡാമേജ് കോസ്ഡ് ബൈ ഫെയിലിയർ ഓഫ് അതർ ടു ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അവർക്ക് ഡിസ്ക്ലോഷർ ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഇവിടെ അവർ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഡാമേജസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? സെക്രട്ടറീസ് പേഴ്സണലി ലയബിളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. രണ്ട് ലയബിലിറ്റീസ് 2 ടൈപ്സ് ഉണ്ട്: സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് ആൻഡ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്യുന്നതിനും ലീഗൽ പ്രൊഫഷൻസ് പോലെ പറഞ്ഞത് പ്രകാരം നടക്കാത്തതിനുമുള്ള അവർ പേഴ്സണൽ ലയബിളാവും. അപ്പോൾ അതിന് അവർ ഫൈൻ അടക്കാനും ജയിലിൽ പോകാനും സാധ്യതയുണ്ട്. കോൺട്രാക്ച്വൽ ലയബിലിറ്റി എന്ന് പറയുന്നത് നെഗ്ലിജൻസ്, ആക്ടിങ് ബിയോണ്ട് അതോറിറ്റി, അതൊക്കെയാണ്. അടുത്ത റൈറ്റ് ഓഫ് ദ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ടു സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, റൈറ്റ് ടു സൈൻ കമ്പനി ഡോക്യുമെൻറ്റ്, റൈറ്റ് ടു ഇൻഡെംനിറ്റി ഫോർ ലോസസ് ഇൻക്വേർഡ് വൈൽ ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? കാനോട്ട് ബോറോ മണി ഓർ മേക്ക് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ വിത്തൗട്ട് ബോർഡ് കൺസെൻറ്റ്. ബോർഡ് കൺസെൻറ്റ് ഇല്ലാതെ അവർക്ക് മണി ബോറോ ചെയ്യാനോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ചെയ്യാനോ അവർക്ക് സാധ്യമല്ല. റോൾ ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്തൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്, എൻഷുർ കംപ്ലയൻസ് വിത്ത് ദ ലോ, മെയിൻറ്റെയിൻ രജിസ്റ്റേഴ്സ് ആൻഡ് എൻഷുർ പ്രോപ്പർ ഗവേണൻസ്, ഫയലിങ്സ്, മീറ്റിംഗ്സ്. ഇവിടെ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറായിട്ടുള്ള റോളാണ്. എന്താണ്? കമ്പനി ലോ പ്രകാരം അവർ പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും അതിന് പ്രോപ്പർ ഗവേണൻസ് ചെയ്യുകയും ചെയ്യുന്നു. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. ഒരു എക്സാമ്പിൾ വന്നിരിക്കുന്ന ഫയലിങ്ങും മീറ്റിംഗ്സുമാണ്. കോർഡിനേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ട് ആസ് എൻ ലിങ്ക് ബിറ്റ്വീൻ ബോർഡ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റ് എൻഷുറിങ് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ. എന്ത് ചെയ്യുന്നു? കോർഡിനേറ്ററായിട്ട് ഏതൊക്കെ ബോർഡും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓവർസീ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനി ഫങ്ഷൻസ്, സൂപ്പർവൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കമ്പനി അസറ്റ്സ്. ഇത്രയും റോൾസാണ് കമ്പനി സെക്രട്ടറി വഹിക്കുന്നത്. അപ്പം ഈ ചാപ്റ്ററും ഇത്രയേ ഉള്ളൂ.